വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വെബ്. ഇത് നമുക്ക് ഡ്യുവൽ ഷെയ്ഡിൽ ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മെറ്റീരിയൽ. ഞാനിത് ടോട്ടൽ 2.5 മീറ്റർ സ്കേർട്ടും അതേപോലെ 80 മീറ്ററാണ് കേട്ടോ ഉടുപ്പിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ കൊല്ലത്തെ പരാഗിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. നമ്മൾ 8 വയസ്സിൻ്റെ ഒരളവിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി 11.5 പകുതി ചെസ്റ്റിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ്. 25നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അതേപോലെ വേസ്റ്റ് 2 ആഡ് ചെയ്തു 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഹിപ്പും അതേപോലെ തന്നെ ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 13, ഫ്രണ്ട് ഇറക്കം ബാക്ക് ഇറക്കം. അപ്പോൾ 13 നമുക്ക് വേണം കേട്ടോ. അപ്പോൾ 8 വയസ്സുള്ള കുട്ടിയല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ ലെങ്ത്ത് കൂട്ടാം. പാവാടയുടെ ഹിപ്പ് വണ്ണം വരുന്നത് 23, അതേപോലെ ലെങ്ത്ത് വരുന്നത് 30. അപ്പോൾ പടിയും താഴത്തേതും അപ്പോൾ തയ്യൽ തുമ്പും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആക്ച്വൽ ലെങ്ത്ത് വേണ്ടത് 1 ഇഞ്ച് വേണം പടിക്ക്, 29 വേണം ലെങ്ത്ത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മടക്കി അടിക്കാനൊക്കെ കൂട്ടണം കേട്ടോ. അപ്പോൾ മെയിൻ ക്ലോത്ത് ഉടുപ്പ് കട്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലോത്തിനാണെങ്കിൽ ഫ്ലവർ മോഡലാണ്. അപ്പോൾ ഫ്ലവർ മോഡൽ നമ്മൾ എന്താ പറയുക, ഇതേപോലെ ഇട്ട് വെട്ടിയാൽ ഫ്ലവർ തിരിഞ്ഞു പോകും. ഇതേപോലെ ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ തുണി മടക്കി ഇടാവൂ കേട്ടോ. പ്രിൻ്റുള്ള തുണിയാണെങ്കിൽ അപ്പോൾ ഫ്ലവർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ മടക്കിയിട്ടു, 4ആയിട്ട് മടക്കിയിട്ടു. എൻ്റെ വലതുവശത്താണ് കേട്ടോ വെട്ട് വരുന്നത്, ഇടതുവശത്താണ്. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 5.25, അവിടുന്ന് താഴോട്ട് 4-ൽ ഇതേപോലത്തെ എൽ ഷേപ്പ് വരച്ചു കൊടുത്തു. 8 വയസ്സിൻ്റെ അളവാണ്. പിന്നെ ചെസ്റ്റ് 6.25 തയ്യൽ തുമ്പ്. വേസ്റ്റ് കൊടുക്കുന്നത് 9-ലാണ്. അതേപോലെ നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് 13ആണ്. ഒരു 2 ഇഞ്ച് മടക്കി അടിക്കാൻ, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, അങ്ങനെ കൂട്ടി ഞാൻ 17-ലാണ്. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 5.25, അതേപോലെ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം 6.25 തയ്യൽ തുമ്പും. എന്നിട്ട് ഈ തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ആം ഹോൾ കേവ് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് മാറ്റാവേ, സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ലൈനിങ്ങും ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. 2.5 വീതി, അതേപോലെ ഇറക്കം 3.5 ആണെങ്കിൽ 1/2 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുക്കണേ. ഷോൾഡർ അടിച്ച് പോകുമ്പോൾ 1/2 ഇഞ്ച് പോവും. എന്നിട്ട് ഇതേപോലൊരു സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരു ആളിലെ ഷേപ്പ് നെക്ക് ഇതേപോലെ ഞാൻ പതിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 2.5 വീതിയും 4 ഇറക്കവും കൊടുത്തു. എന്നിട്ട് ഇതേപോലെ റൗണ്ട് നെക്കാണ് കേട്ടോ വരച്ചെടുത്തേക്കുന്നത്. അതുകൂടെ ഒന്ന് പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവാട നോക്കാം. അപ്പോൾ ആ റെഡ് കളറ്, റെഡല്ല കേട്ടോ, അത് റാണി പിങ്ക് ആണ്. ആ റാണി പിങ്ക് വരുന്ന ഭാഗം നമുക്ക് താഴ്ഭാഗത്താണ് കേട്ടോ വരുന്നത്. പ്ലീറ്റ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുണി ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടത് 29ആണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് കൂടെ അടിഭാഗമൊക്കെ മടക്കി അടിക്കാനൂടെ 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ 30-ൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുവാണ് കേട്ടോ. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് പാടാണ് കേട്ടോ അംബ്രല്ല വെട്ടാനായിട്ട്. പിന്നെ ലൈനിങ് ഞാൻ 2 മീറ്റർ എടുത്തിട്ടുള്ളത്. ലൈനിങ്ങും ഇതേപോലെ മടക്കി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ലെങ്ത്ത് 30ആണ്. 30-ന്ന് 2 ഇഞ്ച് കുറച്ചാണ് കേട്ടോ ലൈനിങ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 28ആണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. നല്ല ഭാഗമാണ്, തുണിയുടെ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലൈനിങ് ഇതേപോലെ കറക്റ്റ് സെൻറ്റർ നോക്കി പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പിന്നു കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ നെക്ക് നമ്മൾ വരച്ച അതിലേ തന്നെ കറക്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാവേ. വളവ് വരുന്ന ഭാഗത്തല്ല, സൂചി കുത്തി നിർത്തിയിട്ട് മാത്രം തുണി തിരിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്ത് വിട്ടിട്ട് സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ വെട്ടിട്ട് എടുക്കുവാണ്.
എന്നിട്ട് ഇതാ ലൈനിങ്ങിനെ ഇതേപോലെ നീക്കിയിട്ട് ലൈനിങ്ങിൻ്റെ ആ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിലൂടെയാണ് കേട്ടോ സ്റ്റിച്ച് പോകുന്നത്. എന്നിട്ട് ലൈനിങ്ങിനെ ഇതേപോലെ അകത്തേക്ക് ജസ്റ്റ് വെച്ചിട്ട് സൈഡിൽ കൂടെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ 3 സൈഡും ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്ക് സൈഡ് കൂടെ ചെയ്തെടുക്കാവേ. ഇപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭാഗം അകത്ത് വരുന്ന രീതിയിൽ ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേ രീതിയിൽ ഷോൾഡർ ഒന്ന് നന്നായി ലോക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതേപോലെ ലോക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന പാർട്ടെല്ലാം കട്ട് ചെയ്തുക. ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തിട്ട് ആ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലെ നെക്കിനോട്ട് ഫേസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ആ തുണിയെ നമുക്ക് 4ആയിട്ട് ഇതേപോലെ കറക്റ്റ് മടക്കിയിട്ടിട്ട് മുകളിൽ നിന്ന് ലെങ്ത്ത് നമുക്ക് കറക്റ്റ് 13 വേണ്ടത്. അപ്പോൾ ഞാൻ ഏറെയും കുറഞ്ഞ് നിൽക്കുന്ന ഭാഗമെല്ലാം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനി മുകളിൽ നിന്ന് 13 നമുക്ക് കറക്റ്റ് വേണ്ടത്. അവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തു, കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അടിഭാഗം ഞാൻ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തു. ഇനി ആ 13ൻ്റെ ആ ലൈനിൽ കറക്റ്റായിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് മുകൾ ഭാഗത്ത് ഹെം ചെയ്തെടുക്കുവാണ് കേട്ടോ. സ്റ്റിച്ച് ഇട്ടെടുത്താൽ ചെറിയൊരു അഭംഗി തോന്നും. അതുകൊണ്ട് ഞാനിത് കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുട്ടിക്ക് ലെങ്ത്ത് ക്രോപ്പ് ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ലെങ്ത്തൊക്കെ വെക്കുന്ന കുട്ടികളുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ അഴിച്ചു വിടാനായിട്ട് പറ്റും. എന്നിട്ട് ബാക്ക് സൈഡിലെ നെക്കിനെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തു കേട്ടോ. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തു. ചീത്ത ഭാഗത്താണ് ഇത്. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ സിബ് എടുത്തിട്ട് സിബിൻ്റെ നല്ല ഭാഗമാണ് അകത്തിരിക്കുന്നത്, ചീത്ത ഭാഗത്താണ് ഇപ്പോൾ സ്റ്റിച്ച് പോകുന്നത്. ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗത്ത് വരെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും അതേ രീതിയിൽ ചീത്ത വശത്താണ് നമ്മുടെ സ്റ്റിച്ച് വീഴുന്നത്, നല്ല വശം അകത്തേക്ക് നിൽക്കുകയാണ് കേട്ടോ. ഇതേ രീതിയിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം ഇട്ടില്ലേ ഒരു സ്റ്റിച്ച്, അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു വിട്ടാൽ മാത്രം മതി കേട്ടോ. കറക്റ്റായിട്ട് സിബ് വെക്കാൻ ഇതിലും കൂടുതൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇല്ല കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ബിഗ്നേഴ്സിന് വേണമെങ്കിലും ഈ രീതിയിലൊന്ന് സിബ് വെച്ച് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമേ. എന്നിട്ട് ഇതേപോലെ ഞാൻ 4ആയിട്ട് തുണി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ 4 ഷോൾഡർ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അതേ രീതിയിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്യുക. പക്ഷേ ഇതിൽ ഷോൾഡർ ഞാൻ അകത്തേക്ക് ഇച്ചിരി ഒന്ന് കയറ്റി വെട്ടിട്ടോ, അതേ ഉള്ളൂ. എന്നിട്ട് കൈക്കുഴി ഇതേപോലെ ഒന്ന് ചുരുട്ടി അടിച്ചു കൊടുക്കാം കേട്ടോ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വീണ്ടും ഞാൻ പറയുകയാണ്, എളുപ്പമാണ് ചെയ്യാൻ. എന്നിട്ട് 2 ഭാഗവും അതേപോലെ മടക്കി അടിക്കുക. എന്നിട്ട് ബാലൻസ് ക്ലോത്ത് ഉണ്ടാവുമല്ലോ, അതിൽ ഒരു 2.5-3.5 ഇഞ്ച് വീതിയിൽ 2.5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തൊരു ചെറിയ ഫ്രില്ല് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ഞാനിപ്പോൾ 3.5 ഇഞ്ച് വീതിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ചുരുട്ടി അടിക്കുമ്പോഴും. അങ്ങനെ അടിച്ചു. എന്നിട്ട് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത തുണിയില്ലേ ആ തുണിയെ താഴ്ഭാഗത്ത് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നല്ല ഫ്രില്ലിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അടുപ്പിച്ചടുപ്പിച്ചിട്ട് കൊടുത്താൽ എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലൂടെ മടക്കി അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ചെറിയ ഫ്രില്ലിട്ട് എടുക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്ലീവാണെന്ന് കൂടെ പറയാം. വേണമെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ, വലിയവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ലീവാണ്. എന്നിട്ട് കറക്റ്റ് നമ്മളൊന്ന് എവിടെ വരെയൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ എൻ്റെ ഒരു 6 ഇഞ്ചിലാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 6 12 എനിക്ക് കറക്റ്റ് വേണ്ടത്. അപ്പോൾ ആ ലെങ്ത് കൂടെ ഒന്ന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാൻ.
പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് കറക്റ്റ് ആ 6 ഞാൻ അടയാളപ്പെടുത്തിടത്ത് നിന്ന് മുകളിലേക്ക് കറക്കി സ്ലീവിൻ്റെ ഭാഗത്ത് ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു. എന്നിട്ട് അതിനെ ഒന്ന് പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്തേക്കുവാണേ. അതവിടെ കറക്റ്റായിട്ട് ഇരിക്കും കേട്ടോ. പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 2 സൈഡിലും ചെയ്തെടുക്കാം കേട്ടോ. 2 സൈഡിലും ചെയ്തെടുത്തിട്ട് ഞാനിതിനെ ഒന്നുകൂടെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ചെസ്റ്റും വേസ്റ്റും ഹിപ്പും കൂടെ ഒന്ന് നമ്മുടെ അളവനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 2 സൈഡിലും ഇതേ രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത് അതിലേ സ്റ്റിച്ചിട്ടെടുക്കുക കേട്ടോ. മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ ആ സെയിം രീതിയിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എക്സ്ട്രാ സ്റ്റിച്ച് വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബാലൻസ് നിൽക്കുന്ന പാർട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ നമ്മുടെ ബ്ലൗസിൻ്റെ ക്രോപ്പ് ടോപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ സ്കേർട്ടിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം കേട്ടോ. ഒരു നിശ്ചിത അടുപ്പിച്ചടുപ്പിച്ച് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ്സ് വേണോ അകലത്തിൽ വേണോ എന്തായാലും ആ 2.5 മീറ്റർ ക്ലോത്തും നമുക്ക് 23 എൻ്റെ ഹിപ്പ് അളവ്. അപ്പോൾ എനിക്കിതിനകത്തിൽ വള്ളിയാണ് കേട്ടോ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഹുക്ക് വെക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹിപ്പ് അളവ് 20 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 2-3 ഇഞ്ച് കൂടുതൽ, അപ്പോൾ 23-ലായിരിക്കും നിങ്ങൾ പ്ലീറ്റ്സ് ഇട്ട് എടുക്കേണ്ടത്. അപ്പോൾ വള്ളിയാണെങ്കിൽ 4-5 കൂടുതലിടാം. 20-ൽ നിന്ന് 25-24 ഒക്കെ ഇടാം. അതിൽ കൂടുതലായി പോയാൽ വള്ളി പിടിച്ചു കെട്ടുമ്പോൾ കുറേ ചുരുങ്ങിക്കിടക്കും. ക്രോപ്പ് ടോപ്പ് കൂടെ ആയതുകൊണ്ട് ചുരുങ്ങിക്കിടക്കുന്നത് ഒട്ടും ഭംഗി കിട്ടില്ല. പിന്നെ അഥവാ നിങ്ങൾ ഇലാസ്റ്റിക് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഹിപ്പളവ് 20-ൻ്റെ കൂടെ ഒരു 10 ഇഞ്ച് എക്സ്ട്രായും കൂടി ഇടണം. അപ്പം 30-ലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ടത്. അപ്പം ഞാനിതിൽ ഇപ്പോൾ കാണിച്ചു തരാം. പ്ലീറ്റ്സ് ഇട്ടെടുത്തതിൽ ഞാൻ 26 കേട്ടോ എടുക്കുന്നത് പ്ലീറ്റ്സ് ഇട്ട്. അപ്പോൾ ഇങ്ങനെ പിന്നു കുത്തിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസിയാണ്. നമ്മൾ കുത്തി വെച്ചേക്കുന്നതോ അതോ പ്ലീറ്റ്സ് എടുത്ത് വെച്ചേക്കുന്നതോ കറക്റ്റ് ലെങ്ത്തിലാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ചിലർക്ക് നമ്മൾ മെഷർമെൻറ്റ് കൊടുത്താൽ അതൊട്ടും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ വീണ്ടും മനസ്സിലാവുമെന്ന് എനിക്ക് ഫീലായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതേ രീതിയിൽ നമുക്ക് എനിക്കിപ്പോൾ 26 വേണ്ടത്. 26 ലെങ്ത്തിൽ ഇതേപോലെ ഞാൻ ലൈനിങ്ങിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും. ലൈനിങ്ങിൽ ഇപ്പോൾ പ്ലീറ്റ്സ് ഒരേ അളവൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ മെയിൻ ക്ലോത്തിൽ ഒരേ അളവാണെങ്കിൽ നല്ല ഭംഗിയാണ് നമ്മുടെ പ്ലീറ്റഡ് സ്കേർട്ട് കാണാനായിട്ട്. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഫുള്ളി ജോയിൻ ചെയ്തെടുക്കുവാണ്. പിന്നെ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡ് ഒരു 3 ഇഞ്ച് ഒന്ന് കവർ ചെയ്യുവാണ്. അകത്തേക്ക് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് 2 സൈഡുവേ. എന്നിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് 5 ഇഞ്ച് വീതിയും. അതേപോലെ 26 ഇപ്പം ഞാൻ പ്ലീറ്റ്സ് ഇട്ടെടുത്തേക്കുന്നത്. അതിലൊരു 27 വേണം കേട്ടോ ലെങ്ത്ത്. ഇതേപോലെ ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതേപോലെ സൈഡ് ഒന്ന് കവർ ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ മുകളിൽ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അകത്തേക്കൊന്ന് വെച്ച് അതിൻ്റെ ആ സ്റ്റിച്ച് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു പ്ലീറ്റ്സിൻ്റെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ പോയിട്ട് സൈഡ് ജോയിൻറ്റ് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒരു ഏകദേശം ഒരു 2-3 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് ഈ സ്റ്റിച്ച് ഇട്ടെടുക്കാനായിട്ട് കേട്ടോ. താഴ്ഭാഗത്ത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ സ്കേർട്ടിൻ്റെ പണി കഴിയാറായിട്ടോ. ബാലൻസ് നിൽക്കുന്ന എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. എക്സ്ട്രാ നമ്മൾക്കുള്ള ആ തയ്യൽ നൂലെല്ലാം കട്ട് ചെയ്ത് അപ്പം കളഞ്ഞാലായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാം. പിന്നെ വള്ളിയൂടെ ഇട്ട് വെക്കണം. ഔട്ട്ലുക്ക് കണ്ടാലോ
നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. ഇതിനേക്കാളും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഇല്ല പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഡുവൽ ഷെയ്ഡിൻ്റെ മെറ്റീരിയൽ വരുന്നത് 180 രൂപയാണ് കേട്ടോ മീറ്റർ. അപ്പോൾ ഒരു 2 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വട്ടത്തെ ഓണം ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.